എംഫ്ലിൻ്റ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നലെ അർദ്ധരാത്രി കഴിഞ്ഞ 1 മണിക്ക് BJPയുടെ ദേശീയ തലത്തിലുള്ള 2ാം ലിസ്റ്റും വന്നു. അതിലും നമ്മുടെ പത്തനംതിട്ടയെ കാണാനില്ല. പത്തനംതിട്ട സീറ്റ് BJPക്ക് കീറാമുട്ടിയായി തുടരുന്നു എന്നാണ് അത് കാണിക്കുന്നത്. 36 സീറ്റിലേക്കുള്ള പേരുകളാണ് ഇന്നലെ വന്നത്. അതിൽ 23 സീറ്റും ആന്ധ്രാപ്രദേശിൽ നിന്നുള്ളതാണ്. ഈ 2ാം ലിസ്റ്റ് വന്നിട്ടും കേരളീയർ ഉറ്റുനോക്കുന്നത് പത്തനംതിട്ടയിൽ ആര് മത്സരിക്കുമെന്നുള്ളതാണ്. സുരേന്ദ്രനോ ശ്രീധരൻപിള്ളയോ എന്നുള്ള പേര് വീണ്ടും മലയാളികളെല്ലാം കൗതുകമുണർത്തിക്കൊണ്ട് BJPയുടെ ദേശീയ നേതൃത്വം തർക്കം ഇങ്ങനെ തുടരുകയാണ്. വാസ്തവത്തിൽ ഇവിടെ വെള്ളാപ്പള്ളി നടേശനും NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരും തമ്മിലുള്ള ഒരു തർക്കമാണ് BJPക്ക് ദേശീയ തലത്തിൽ തന്നെ തലവേദന സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവരിൽ ആര് പറയുന്ന സ്ഥാനാർത്ഥി പത്തനംതിട്ടയിൽ വേണം എന്നുള്ള കാര്യമാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തം, പത്തനംതിട്ട സീറ്റ്, ശബരിമല സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട സീറ്റ് ദേശീയ തലത്തിൽ തന്നെ വളരെ ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ്. എന്തിനാണ് ഈ പത്തനംതിട്ട സീറ്റിന് ഇത്രയും വലിയ വെയിറ്റ് കൊടുക്കുന്നത് ചോദിച്ചാൽ അത് ജയിക്കാൻ പോകുന്ന സീറ്റായതുകൊണ്ടല്ല. ശബരിമലയുമായി ബന്ധപ്പെട്ട് ശബരിമലയുടെ പ്രധാന പ്രശ്നം സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭങ്ങളെല്ലാം ശബരിമലയെ കേന്ദ്രീകരിച്ചായതുകൊണ്ട് അതെന്തോ വലിയ സംഭവമാണെന്ന് വരുത്താൻ വേണ്ടി നടക്കുന്ന ഒരു അഭ്യാസമാണ് വാസ്തവത്തിൽ ഈ പത്തനംതിട്ട സീറ്റിനെ സംബന്ധിച്ചുള്ളത്. നമ്മൾ വീണ്ടും കാത്തിരിക്കുകയാണ് എല്ലാവരും. കാരണം ഇനി 3ാമത്തെ ലിസ്റ്റ് വരുമ്പോഴെങ്കിലും പത്തനംതിട്ട സീറ്റ് ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും നോക്കുന്നത്. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോകും എന്ന മട്ടിൽ ഇനി PJ കുര്യനെങ്ങാനും ആ സീറ്റിലേക്ക് വരുമോ? ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന പോലെ PJ കുര്യൻ്റെ പേര് ഒരു പൊതുസമ്മത സ്ഥാനാർത്ഥി എന്ന നിലയിൽ പരിഗണിക്കുകയാണ്. പ്രായം ഒരു ഘടകമാണ്. BJP 75 വയസ്സിന് കഴിഞ്ഞുള്ള സ്ഥാനാർത്ഥികളെ നിർത്തണ്ട എന്നൊരു തീരുമാനം പൊതുവെ എടുത്തിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. എന്നാൽ PJ കുര്യന് പ്രായമില്ല എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം വളരെ സജീവമായി നിൽക്കുകയാണ്. BJPക്ക് അഭിമതനായ ഒരു നേതാവാണ്. ഡെപ്യൂട്ടി ലീഡറായി രാജ്യസഭയിലിരുന്ന് BJPക്ക് ഒരുപാട് കാര്യങ്ങൾ അനുകൂലമായി ചെയ്തു കൊടുത്ത ആളാണ്. കോൺഗ്രസിൽ ഇരിക്കെ തന്നെ BJPയെ പലതരത്തിൽ സഹായിച്ചിട്ടുള്ള നേതാവാണ്. ആ നിലയിൽ അവസാനം ഒരു സമവായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ PJ കുര്യൻ വരുമോ എന്നുള്ളത് മണിക്കൂറുകളുടെ വ്യത്യാസമുണ്ടെങ്കിൽ, മണിക്കൂറുകൾക്കകം തീരുമാനം വരുമെങ്കിൽ പോലും ആ ഒരു ഇതിൽ തട്ടിയാണ് BJP പത്തനംതിട്ട സീറ്റിൽ നിൽക്കുന്നത് എന്നതും ഒരു വാസ്തവമാണ്.